സോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സമയം നന്നേ ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ എടുക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നട്ടപ്പാതിരാത്രിക്കും കുത്തിയിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഞാൻ രാവിലെ ഇതിന്റെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് പ്രൊമോഷൻസ് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് പോകുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ എനിക്ക് സമയത്തിന് എത്താനുള്ളത് കൊണ്ട് ഇതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്ലൈമർ എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി ഞാൻ പറയുന്നു. കുട്ടികളുടെ അടുത്ത് ഇരുന്നാണ് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്നെങ്കിൽ ഹെഡ്സെറ്റ് വെക്കുക, അല്ലെങ്കിൽ മാറിയിരിക്കുക. മക്കളെ ദയവ് ചെയ്ത് കാണരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിക്ക് ഞാൻ ചീത്ത വിളിക്കും. നല്ല രീതിക്ക് ഞാൻ ചീത്ത വിളിക്കുകയും ചെയ്യും. എന്തൊക്കെയോ ഞാൻ വിളിച്ചു പറയും. എനിക്ക് 4-5 പറയണം എന്ന്. ഓക്കെ, അപ്പം പിന്നെ തുടക്കത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. ഉമ്മ വിളിച്ചിട്ട് എന്താ പെൺകുട്ടി പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ തൊട്ട് പറയുകയാണ്, ഉമ്മ ഇത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ കാണരുത്, ദയവേദി ഇത് കാണരുത്. നിങ്ങൾ ഇതിന്റെ ബാക്കി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിന് ശേഷം കാണരുത് എന്ന് പറയുന്നതിന് ശേഷം നിങ്ങൾ കാണരുത്. ഞാൻ മനസ്സിൽ തട്ടി പറയുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ വേദനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ജാസിയുടെ ഉമ്മാന്റെ അടുത്ത്. നിങ്ങളുടെ മകനാണോ എന്നാ ആ സാധനം പറയിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? നിങ്ങള് ഇവന് പെങ്ങന്മാരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നിങ്ങൾ 3 4 2 എന്നറിയില്ല. 2 തന്നെ പിടിക്കാം നമുക്ക്. എത്ര മക്കളാണ് നിങ്ങൾക്കുള്ളതെന്ന് എനിക്ക് അറിയില്ല. ഉമ്മ 2 മക്കളാണെന്ന് തന്നെ വെച്ചോ. 2 മക്കളെ പ്രസവിച്ചൊരു ഉമ്മയല്ലേ നിങ്ങള്? ആ നിങ്ങളുടെ മകനായി ജനിച്ച, ആണായിട്ടാണല്ലോ ഇവൻ ജനിച്ചത്, പിന്നെ മകനായിട്ട് ജനിച്ച വ്യക്തി ഇത്രയും സ്ത്രീ സമൂഹത്തെ അധിക്ഷേപിച്ചപ്പോ അല്ലെങ്കിൽ കളിയാക്കിയപ്പോ നിങ്ങളുടെ ഹൃദയം വേദനിച്ചില്ല? നിങ്ങളുടെ ഹൃദയം പൊട്ടിയില്ല? നിങ്ങൾക്ക് നാണക്കേട് അനുഭവപ്പെട്ടില്ല? നിങ്ങൾ കുടുംബശ്രീ പോകുമ്പോഴോ അല്ലെങ്കിൽ അപ്പുറത്തെ പിന്നെ പീടിയിൽ സാധനം വാങ്ങാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഹരിതകർമ്മ സേനേന്റെ പിന്നെ പ്ലാസ്റ്റിക് കവർ എടുക്കാൻ സ്ത്രീകൾ വരുമ്പോഴോ ഒന്നും നിങ്ങൾക്ക് അവരുടെ മുന്നിൽ പോകാൻ നാണക്കേട് തോന്നിയില്ല? ഒരു സ്ത്രീയുടെ മുന്നിൽ പോകാൻ വേണ്ടിയിട്ട് മകനായിട്ട് ജനിച്ചാന്നേ ഞാൻ പറയുന്നുള്ളൂ. മകനായിട്ട് ജനിച്ച ഇവൻ ഒരു സ്ത്രീ സമൂഹത്തെ മൊത്തം പിന്നെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സ് വേദനിച്ചില്ലേ? നിങ്ങളുടെ ഈ മകൻ ഉണ്ടല്ലോ, മകൻ എന്ന് പറയപ്പെടുന്നവൻ, നിങ്ങൾ മകൻ തന്നെയാണ്, ആണെന്ന് പറയപ്പെടുന്നവൻ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ക്ഷമിക്കുക. പിന്നെ മകൻ, അപ്പോഴൊന്നും നിങ്ങളെ മനസ്സ് വേദനിച്ചില്ലേ? ഞാൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴാണോ നിങ്ങളെ മനസ്സ് വേദനിച്ചത്? ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി ഇവിടെ വരെ ഉമ്മ കണ്ടാൽ മതി, ഇനി ബാക്കി ഉമ്മ കാണണ്ട. കാരണം ഇനി ബാക്കി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ മനസ്സ് വീണ്ടും വേദനിക്കും. അങ്ങനെ ഒരു പാവപ്പെട്ട ഒരു ഉമ്മാന്റെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉമ്മാനെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. കാരണം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇതിനെ കൊന്നു കളയാനും പറ്റില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ട് 10, 9, 7, 8 മാസം വയറ്റിൽ ഇതിനെ വെച്ചിട്ട് പിന്നെ കൈ വളര് കാൽ വളരെന്നൊക്കെ പറഞ്ഞ് വളർത്തിയതാണ്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല, സഹിക്കുക എന്നല്ലാണ്ട്. നിങ്ങളുടെ അവസ്ഥ വിചാരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഉമ്മ ദയവ് ചെയ്തിട്ട്, ജാസിയുടെ ഉമ്മാനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കാണരുത്. നിങ്ങൾക്ക് ആരെങ്കിലും ഇത് അയച്ചു തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി നിങ്ങൾ കാണരുത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കാണരുതെന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇവൻ വന്നിരുന്ന് പറയാൻ പാടില്ല, എന്റെ ഉമ്മ അത് കണ്ടു, ഉമ്മാക്ക് അത് സങ്കടം വന്നു എന്ന് പറയാൻ പാടില്ല. ഉമ്മ സോറി, എന്റെ ശബ്ദം ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെയാണ് എന്റെ ശബ്ദം വരിക. അതുകൊണ്ടാണ് ഉമ്മാനോട് ഞാൻ പറയുന്നത്, ദയവ് ചെയ്തിട്ട് ഉമ്മ ഇതിന്റെ ബാക്കി കാണരുത്. നിങ്ങൾക്ക് വിഷമാവും, ഉമ്മക്ക് അത് വിഷമാവും, അതുകൊണ്ടാണ് കാണരുതെന്ന് പറയുന്നത്. ഓക്കെ, തുടങ്ങാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉപയോഗിക്കാത്ത വാക്ക് ഞാൻ ഇതിൽ ഉപയോഗിക്കുകയാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ അത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ചില വേർഡുകൾ ഞാൻ ആക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷന് കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. മുന്നേ എനിക്കത് വിഷയമായിരുന്നില്ല. ഇപ്പൊ എല്ലാവരും കൂടെ കുറച്ച് പിന്നെ കുണ്ടന്മാരുടെ മൂട് താങ്ങികൾ, അവരുടെ കുണ്ടി നക്കി ടീംസ് വന്നിട്ട് പിന്നെ റീച്ചിന് വേണ്ടിയല്ലേ ചെയ്യുന്നത് എന്തായാലും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഈ കുണ്ടന്മാരെ വെച്ചിട്ട് കിട്ടുന്ന പൈസ നമ്മൾ എന്തിനാ കളയുന്നത്? കിട്ടട്ടെ. അതുകൊണ്ട് ഞാൻ കുറച്ച് വേർഡുകൾ ഞാൻ ചിലപ്പം
വിഴുങ്ങി എന്ന് വരിക. അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വെച്ച് നിങ്ങളിത് പൂരിപ്പിച്ചാൽ മതി, കേട്ടല്ലോ അല്ലെ. ഈ പിന്നെ ജാസിക്കുണ്ടൻ ഉണ്ടല്ലോ, ജാസിക്കുണ്ടൻ, പിന്നെ ഇപ്പൊ കുണ്ടെന്ന് വിളിക്കാൻ പറ്റും ഇവനെ. പിന്നെ വെച്ച് കെട്ടിയ സിലിക്കണും താഴെ തണ്ടിയും തൂങ്ങുന്ന ഇവനെ കുണ്ടെന്ന് വിളിക്കാൻ പറ്റുമോ അതെനിക്കറിയില്ല. അപ്പൊ ഇവന്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചു പറയാം, ഇതാണ് സത്യം. ആ വാക്ക് പറയാനുള്ള യോഗ്യത നിനക്കില്ല. സത്യം എന്നുള്ള വാക്കുണ്ടല്ലോ, നിന്റെ എല്ലാ കള്ളക്കണിയും ഞാൻ ഇന്ന് പൊളിച്ചടിക്ക് കൈ തരാം. ഞാൻ വാവായിട്ട് ഞാൻ കൈ തരാം കേട്ടോ, വാവായിട്ട് ഞാൻ. നമുക്ക് എന്തായാലും കുണ്ടെന്ന് വിളിക്കാൻ പറ്റുന്നതല്ല. ഈ നായി എന്ന് പറയുന്നത് കുറെ ഡോഗ് ലവേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചെറ്റ കടയാടിന്റെ ഇത് നമുക്ക് കാണാം. ഓക്കെ, കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതിനുള്ള ഉത്തരം ഞാൻ കൊടുക്കാം വാവായിട്ട്. ഇതിനകത്തൊക്കെ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ എനിക്കിത് പ്രതികരിക്കാൻ ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. ഇപ്പൊ കറക്റ്റ് സിറ്റുവേഷൻ കിട്ടിയതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു. ഇനിയിപ്പോ ഇതിന് പ്രതികരണമായിട്ട് ആ കുട്ടി വന്നാലും ഇനി ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എനിക്ക് വയ്യ. ചിലപ്പോൾ ആ കുട്ടി പ്രതികരിക്കുമായിരിക്കും, പ്രതികരിച്ചോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇതാണ് സത്യം. ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒന്നും ഉണ്ടാക്കി പറയാനോ അല്ലെങ്കിൽ ഇനി ചമച്ച് പറയാനോ എനിക്കറിയില്ല. ഉള്ള സംഭവങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുമല്ലോ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ എനിക്ക് ഇനി പറയാനോ ഇതിനെ കുറിച്ച് ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനോ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ആ ഒരു കുട്ടി ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞു. ഞാനുണ്ടല്ലോ ഈ പിന്നെ കൊടയാടിനെ ഞാൻ റിയാക്ട് ചെയ്യണ്ട, പിന്നെ അതിനെ പണ്ടാറടങ്ങണ്ട, എന്റെ വായിൽ ഈ കടയാടിന്റെ പേര് വരണമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ നീ ഇത് നിർത്തുമായിരിക്കും. ഇനി ഞാനിത് നിർത്തില്ല. നമുക്കിത് ഇതിന്റെ അവസാനം കണ്ടിട്ട് നമുക്ക് നിർത്താം. ജാസിനോടാണ് ഞാൻ പറയുന്നത്. കാരണം നീ എന്തുകൊണ്ടാണെന്നറിയാം പറഞ്ഞത് നീ ഇവിടെ നിർത്തുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിനുള്ള ഉത്തരം ഞാൻ തരുമ്പം നിനക്ക് പിന്നെ വായി അടക്കാൻ അല്ലാണ്ട് വായി തുറക്കാൻ സമയം കിട്ടില്ല എന്നുള്ളത്. ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. ചിലപ്പോൾ എന്റെ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അപ്പൊ നമ്മൾ ചിലപ്പം ഉത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക ദയവ് ചെയ്തിട്ട്. ഓക്കെ, പിന്നെ ഞാൻ എന്തായാലും ഇത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഫ്രണ്ട്ഷിപ്പിൽ ഏത് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്? ഏത് ഫ്രണ്ട്ഷിപ്പാണ് ഞാനും നീയും തമ്മിലുള്ളത്? ഫ്രണ്ട്ഷിപ്പ് എന്താണ് അതറിയുന്നു എനിക്ക് തരാം. ഞാൻ അത്രമേൽ എനിക്ക് വിഷമായി. അത് കണ്ട് എന്റെ ഉമ്മ ഇടക്കുണ്ട്. പക്ഷെ അത് പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഹേർട്ട് ചെയ്തു. അതിന് ലൈക്ക് കർമ്മ എന്ന സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും. കാരണം അത്രമേൽ എനിക്ക് വിഷമായി. അത് കണ്ട് എന്റെ ഉമ്മ അടക്കം എന്നെ വിളിച്ച് ചോദിച്ചു, ജാസി എന്തൊക്കെയാണ് ഒരു പെൺകുട്ടി പറയുന്നത്, സ്വന്തം ഉപ്പാനെ അല്ലെ പറയുന്നത്, എന്നാൽ കബറി കിടക്കുന്ന ആൾക്ക് എന്തൊരു വിഷമാണെന്നൊക്കെ ഉമ്മ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉമ്മാനോട്, ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ച റബ്ബിന്റെ ഭാഗത്തല്ലേ, പഠിച്ച റബ്ബ് നോക്കിക്കോളൂ. അത് ആ പറഞ്ഞ ആളും പഠിച്ച. അതെ, അത് ഞാനും പടച്ച റബ്ബും നോക്കിക്കോളും, നീ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നീ അതിന്റെ ആദ്യം പറഞ്ഞൊരു കർമ്മ എന്നുള്ളൊരു വേർഡ് ഉണ്ടല്ലോ, അതിനുള്ള ഉത്തരം എനിക്ക് ഞാൻ വളരെ കൃത്യമായിട്ട് തരാം. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നിന്റെ കൂടെ നടക്കുന്ന ആ നാറി ചെറ്റ മോൻ ഇവന്റെ ഉമ്മാനെ നീ കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഈ ആഷീന്റെ ഉമ്മാനെ നീ കുറെ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് പടച്ച റബ്ബ് കണ്ടതിനുള്ള ഉത്തരാണ് ഇന്ന് നിനക്ക് ഞാൻ തന്നത്. ആ വീഡിയോയിൽ ഞാൻ നിനക്ക് തന്നത് പടച്ച റബ്ബ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. എന്തുകൊണ്ട്? ആ ഉമ്മാനെ നീ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഏത് ആഷിയെ ജനിപ്പിച്ച ഒരു പാവം ഉമ്മ ഉണ്ടല്ലോ, അതിനുള്ള കർമ്മയാണ്. പിന്നെ മകനും അല്ലല്ലോ മകളും അല്ലല്ലോ, ഇവനെ ഇപ്പൊ എന്താ ഞാൻ പറയല്? ഈ ചെറ്റയ്ക്ക് കിട്ടിയത് നീ പറഞ്ഞ പടച്ച റബ്ബുണ്ടല്ലോ, ആ പടച്ച റബ്ബ് ആ ഉമ്മാന്റെ കണ്ണിലെന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിനക്കിത് കിട്ടിയത്. നിനക്ക് തരാം ഞാന്, കഴിഞ്ഞിട്ടില്ല കേട്ടോ. നീ കർമ്മേനെ കുറിച്ച് നീ കൂടുതൽ വളമ്പല്ല നീ. സോറി മറ്റേ കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഇപ്പോ ഈ മരിച്ചുപോയ ഉപ്പാനെ പറഞ്ഞു, ആ ഉമ്മാനോട് ഞാൻ ഈ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. മരിച്ചുപോയ ഉപ്പാനെ നീ പറയിപ്പിച്ചതല്ലോ അല്ലേ? നിന്റെ കബറ കിടക്കുന്ന ഉപ്പാനെ നീ പറയിപ്പിച്ചതല്ല. നീ ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന നിന്ന വെറുതെ വന്നിരുന്ന് ഞാൻ ചീത്ത വിളിച്ചതാണ്. അല്ലെങ്കിൽ നീ ഈ കാണിച്ച നിന്റെ ഉപ്പാനെ ഞാൻ വെറുതെ വന്നിരുന്ന് വിളിച്ചതാണ്. നീ വിളിപ്പിച്ചതല്ല. നീ എടാ നിന്റെ ഉപ്പ മരിച്ചുപോയ ആ വ്യക്തിന്റെ ഖബറിനെ നീ ബഹുമാനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കിടക്കുന്ന ആ ഉമ്മാനെ നീ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇമാതിരി പണിക്ക് പോകരുത്. നീ മനസ്സിലായില്ലേ? എടാ നീ എല്ലാം ചെയ്തു വെച്ചിട്ട് ആൾക്കാരുടെ സിമ്പതി പറ്റാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബിനവും പറയുന്നുണ്ട്. പിന്നെ ആ പടച്ച റബ്ബിന് നിരക്കുന്ന എല്ലാ കാര്യങ്ങളും ദീനിൽ പറഞ്ഞിട്ടുള്ള എല്ലാണല്ലോ നീ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. കബറിൽ കിടക്കുന്ന ഉപ്പാനവും കൊണ്ടുവന്നു എന്തിന്? സിമ്പതി പിടിച്ചു പറ്റാൻ. വീട്ടിൽ കിടക്കുന്ന ഉമ്മാനെയും കൊണ്ടുവന്നു
സിമ്പതി പിടിച്ചു പറ്റാൻ. നടക്കൂല മോനെ, നടക്കൂല. നമ്മള് കേരളത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അരിയാഹാരം തന്നെയാണ് തിന്നുന്നത്. മനസ്സിലായില്ലേ? തീർന്നിട്ടില്ല. എന്നെ പച്ചക്ക് എന്റെ വീട്ടുകാരെ ഇതേപോലെ പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ആ വ്യക്തി കഴിഞ്ഞാൽ പിന്നെ എന്നെ പച്ചക്ക് എന്റെ ഉപ്പാനെ, മരിച്ചുപോയ എന്റെ ഉപ്പാനെ പറഞ്ഞ വ്യക്തി ഈ ഒരു കുട്ടിയാണ്. എനിക്ക് എന്നെ പറഞ്ഞതിൽ ഒരു വിഷമവുമില്ല. പക്ഷെ എന്റെ മരിച്ചുപോയ ഉപ്പാനെ പറഞ്ഞതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അത് അത്രമേൽ ഉപ്പാമാരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആ വിഷമം ഉണ്ടാവും, അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പൊന്നെ, ഇതൊന്നും നീ നിന്റെ വായി കൊണ്ട് പറയല്ലേ കേട്ടോ. നീ നിന്റെ ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കുന്നു എന്നും. എടാ, അങ്ങനത്തെ എല്ലാം കാര്യം ഉണ്ടെന്നുണ്ടെങ്കിണ്ടല്ലോ, നീ ഇതൊന്നും നീ ചെയ്യില്ല. അച്ഛനെയും അമ്മേനെയും സ്നേഹിക്കുന്നതിനൊന്നും നീ പഠിപ്പിക്കാൻ നിക്കല്ലേ, കേട്ടില്ലേ? നിന്റെ വായി കൊണ്ട് ഇതിനെല്ലാം ഞാൻ എന്ത് ചെയ്യണ്ട? ഞാന് അച്ഛന്റെ അമ്മേന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നു, അവരെ ബഹുമാനിക്കുന്നതിനൊക്കെ ആരാ ഈ പണയുന്നേ? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളെ ആരും വെറുതെ കയറിയിരുന്ന് ചീത്ത വിളിച്ചതല്ല, വെറുതെ കയറിയിരുന്ന് നിങ്ങളെ ട്രോൾ ചെയ്തല്ല. കേരളത്തിലെ ഒന്നടങ്ങുന്ന സ്ത്രീ സമൂഹത്തെ മൊത്തം അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തതിനും, പിന്നെ ഈ പറഞ്ഞ പോലെ തുണി പൊക്കിയ കേസുണ്ടല്ലോ, നമുക്ക് അതിലേക്ക് അതാണ് മെയിൻ. ഇവൻ കണ്ട മയക്കും മാരോട് കുറച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനൊക്കെ ഞാൻ തരും കേട്ടോ. ഞാൻ വെറുതെ വിടാറില്ല. ഞാൻ ഒരു സാധനത്തിന്മേൽ ഞാൻ പിടിച്ച് വിടരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിട്ടില്ല. നിന്നെ ഞാൻ വിട്ടില്ല, കേട്ടില്ലേ? ശരിയൊക്കെ തരാം ഞാന്. ഈ ഫോൺ ഞാൻ ലോക്കാവുന്നു വേണ്ടാരോ. സർജറി എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഇവിടെ ഡൗൺ സർജറി ഇല്ല. നോട്ട് എ പോയിന്റ്, ഡൗൺ സർജറി ഇല്ല. റെനെ മെഡിസിറ്റിയില് ഡൗൺ സർജറി ചെയ്ത ട്രാൻസ് വുമൻസിനെ എനിക്കറിയാം. അപ്പോൾ റെനെ മെഡിസിറ്റിയിൽ ഡൗൺ സർജറി ഇല്ല എന്ന് പറയുമ്പോൾ റെനെ മെഡിസിറ്റിയിലെ ഡൗൺ സർജറി ചെയ്ത ട്രാൻസുകള് ഫുൾ സർജറി ചെയ്തവരല്ലേ? എന്റെ ആരെങ്കിലും ഒന്ന് ഈ കടയാടിന് ആരെങ്കിലും ഒന്ന് ആ സ്പോക്കൺ ഇംഗ്ലീഷിനാ മറ്റേ ചേർത്താട്ടെ. നിനക്ക് പ്രമോഷന് കുറെ പൈസ കിട്ടുന്നില്ലേ? നീ എവിടെയെങ്കിലും പോയിട്ട് ആ സ്പോക്കൺ ഇംഗ്ലീഷിന് ചേർന്നേ. പണ്ടാര ഡോണല്ലോ, ഡോൺ ഏത് നാടത്തെ ഡോണ്? മെഹബൂബ അതാണ്. KGF ആണ്. ഡൗൺ സർജറിയാണത്, ഡൗൺ സർജറി. മനസ്സിലായില്ലേ? അപ്പോ ഇവർ ഈ പറഞ്ഞല്ലോ, റെനെ മെഡിസിറ്റിയിൽ കുറെ ആൾക്കാർ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അവരൊക്കെ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. എന്നോട് എന്തോ കുറച്ച് ആൾക്കാരെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയരുത് എന്നൊക്കെയുള്ളത്. അപ്പൊ അവിടുന്ന് ഡൗൺ സർജറി ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ചെയ്തിട്ടില്ല എന്നൊക്കെ. വാട്ട് എവർ ഇറ്റ് ഇസ്, നോട്ട് ദ പോയിന്റ്. ഡോൺ സർജറി, ഡോൺ മാൻ, ഡോൺ. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ എന്ത് സർജറിയാണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത് എനിക്ക് ഇനിയിപ്പോ ജാസി ഡൗൺ ആണോ ചെയ്തത്, ജാസി ബ്രസ്റ്റ് ആണോ ചെയ്തത്, അല്ലെങ്കിൽ ജാസി വേറെ എന്തിലാണോ ചെയ്തത്, താല്പര്യമില്ല എനിക്ക് പറയാൻ. അത് ഞാൻ വളരെ താല്പര്യമില്ല. നിനക്ക് പറയാൻ താല്പര്യമില്ല. നിനക്ക് പറയാൻ താല്പര്യമില്ല. നീ ഡൗൺ ആണോ ചെയ്തത്, നീ ബ്രസ്റ്റ് ആണോ ചെയ്തത്, നീ മൂലക്കുരു ആണോ ചെയ്തത്, അല്ല നിന്റെ ആണോ ചെയ്തത്, എനിക്ക് പറയാൻ താല്പര്യം. നീ എവിടെ പറഞ്ഞിട്ടുമില്ല അല്ലേ? ഈ നാറിയുണ്ടല്ലോ, പിന്നെ ഈ ഇവന്റെ ഒപ്പരമുള്ള മറ്റേ കുണ്ടന്റെ ഒപ്പരം വെളിച്ചെണ്ണ ഉണ്ടാക്കി മൂഞ്ചാനും, പിന്നെ ഈ നട്ടാ മുളക്കാത്ത നോണ പറയാനും മാത്രമാണ് ഈ ചെറ്റവായി തുറക്കുന്നത്. ഇത് എവിടെയും പറഞ്ഞിട്ടില്ല, ഓൻ പിന്നെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളതും. പിന്നെ ഞാനൊരു 1 മില്യൺ ഉള്ള ആളെ കാണിച്ചു. നീ പിന്നെ എന്താ കാണിച്ചു? അതിന് നീ എന്ത് കാണിച്ചു എന്നാ പറഞ്ഞതപ്പോ? അതിനൊന്ന് പറഞ്ഞാട്ടെ. നീ സർജറി കഴിഞ്ഞിട്ടാണല്ലോ കാണിച്ചത്. നീ പിന്നെ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് എനിക്ക്? നീ ഓൺലൈൻ മീഡിയാസിൽ എവിടെയും നീ പറഞ്ഞിട്ടില്ല റീസെന്റ് ആയിട്ട്. നീ പിന്നെ ബ്രസ്റ്റിന്റെ സർജറിയാണ് കഴിഞ്ഞ നീ പറഞ്ഞിട്ടില്ല അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നിന്നോടുള്ള നിനക്കൊരു അഡ്വൈസ് ആയിട്ട് നീ കൂട്ടിക്കോ. ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്ന സമയത്ത് അത് അവിടെ തന്നെ കിടക്കും. ഈ കള്ളത്തരത്തിനൊരു പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ചിലപ്പോൾ ഇപ്പം ഈ പറയുന്ന പിന്നെ ചെറ്റ ഇന്നൊരു കാര്യം പറഞ്ഞു, അത് കള്ളത്തരമാണെങ്കിൽ നാളെ അത് മറക്കും. പക്ഷെ ഓൺലൈൻ മീഡിയസിൽ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതാണല്ലോ, ഇതൊക്കെ പ്രൊഫൈലിൽ കിടക്കും. അത് ഈ ചെറ്റയ്ക്ക് അറിയില്ല. അതിലേക്കൊക്കെ ഞാൻ എത്താം ഞാന്. താല്പര്യമില്ല. ബ്രസ്റ്റ് ആണോ അണ്ടിയാണോ ഒന്നും താല്പര്യമില്ല ഓനെ.
മനസ്സിലായില്ലേ? സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറയാം. സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറയാം. ആ കുട്ടി പറഞ്ഞത് ജാസി തുണി പൊക്കി കാണിച്ചു എന്നാണ്. അപ്പോൾ ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ വിചാരിക്കുന്നത് ഈ ട്രാൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ അല്ലേ ഇതേപോലെ തുണി പൊക്കി കാണിക്കുന്നവരാണോ, അല്ലെങ്കിൽ ജാസി എല്ലാരും ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ട എല്ലാരും തുണി പൊക്കി കാണിക്കുന്നവരാണെന്ന് ആരും ഞാൻ എന്തായാലും പറഞ്ഞിട്ടില്ല. എന്തായാലും ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരൊക്കെ തുണി പൊന്തിച്ച് കാണിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ ഉള്ളത്. ഞാൻ എവിടെയും ജാസി ഇങ്ങനെ താഴ്ന്ന മുകളിൽ വരെ തുണി തന്നെ പൊക്കി കാണിച്ചു എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് കാണാം. എന്തേ ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. ഞാൻ പറഞ്ഞത് ഡ്രസ്സ് ഇങ്ങനെ ഊരി ഞാൻ നിൽക്കുന്നുള്ളത്. മിണ്ടാണ്ടിക്ക്. അതായത് ഞാൻ പറഞ്ഞത് ഡ്രസ്സ് ഇങ്ങനെ ഊരി എന്നാണ്. അത് തന്നെയാണ് നീയും നിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. മാക്സിയോ നൈറ്റ് അങ്ങനെ എന്തോ സാധനം ഇട്ടിട്ട് കിടന്നിട്ട് ഇതാണ് ഇങ്ങനെ ഊരിയെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് താഴ്ന്ന് മൊത്തമായിട്ട് ആ ഡ്രസ്സ് അങ്ങ് ഊരിയൊക്കെ കാണിച്ചു തന്നു എന്നല്ല. ഓക്കെ, അതുകൊണ്ട് ഇല്ലാത്തതങ്ങ് അന്നെ കുറിച്ച് പറഞ്ഞിട്ട് കണ്ണടിച്ചു പൊട്ടിക്കും. പറഞ്ഞിട്ടില്ല വേണ്ട ഞാന്. ഏതാന്ന് ഓളെ അമ്മൂമ്മേന്റെ സത്യാവസ്ഥ പ്ലേവ് സത്ത ഇല്ലേ? പടച്ച റബ്ബേ പോയാ. ഞാൻ എന്റെ യൂട്യൂബ് ചാനലാണ്. എനിക്കും ആ കുട്ടി പറഞ്ഞ പോലെ വളരെ റോങ് ആയിട്ടൊക്കെ ഭയങ്കര പൊട്ടി തെറിച്ച് പറയാനൊക്കെ എനിക്കും അറിയാൻ പാടില്ല എന്നില്ല. ഞാൻ മലയാളിയാണല്ലോ. ലൈക്ക് ഓഫ്കോഴ്സ് മലയാളി ഏറ്റവും കൂടുതൽ നമ്മൾ തെരുവാക്കുകളായിരിക്കും പഠിച്ചിട്ടുണ്ടാവും. എല്ലാ തെരുവാക്കുകളും എനിക്കറിയാം, എനിക്ക് പറയായിരുന്നു. പക്ഷെ എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാൻ 2006 എടുത്ത തീരുമാനം അതാണ്. ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എന്നെ എടുക്കൂല. 2026 അല്ല, ഇനി 2036 ആയാലും ഞാൻ ആരെയും ചീത്ത വിളിക്കേണ്ടി വന്നിട്ടുണ്ട് കണ്ണു പൊട്ടുന്ന ചീത്ത ഞാൻ വിളിക്കും. പിന്നെ നിനക്ക് ചീത്ത വിളിക്കാൻ അറിയാന്നുള്ളത് നീ മലയാളി ആയതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് അറിയുന്നത്. നീ ആ ആശി എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മ ഉണ്ടല്ലോ, പാവം വ്യക്തി, ആ പാവം വ്യക്തിയെ ചീത്ത വിളിച്ചൊക്കെ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് നീ അതൊന്നും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ല? മലയാളി ആയതുകൊണ്ടാണ് ചീത്ത വിളിക്കാൻ അറിയാം. അപ്പൊ ഒന്ന് പോടാ, നീ കുണ്ടറായാണ് നിനക്ക് ചീത്ത വിളിക്കാൻ അറിയാം. അങ്ങനെ പറഞ്ഞാൽ മതി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. എന്നെ സപ്പോർട്ട് ചെയ്തത് ഇത് പറയാൻ നിനക്ക് എന്താ അർഹതയുള്ളത്? നീ ആരാണ് ഇത് പറയാൻ? അല്ലെങ്കിൽ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റുകൾ. ഈ പറയുന്ന വ്യക്തി കുറെ വർഷങ്ങളായിട്ട് എന്റെ സുഹൃത്താണ് എന്ന് വിചാരിച്ച് ഞങ്ങൾ ഡെയിലി കോണ്ടാക്ട് ഉള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഡെയിലി സംസാരിക്കുന്ന സുഹൃത്തുക്കളോ ഡെയിലി ചാറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളോ അല്ല. ഞങ്ങളെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വിവാദങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് എന്ന് അറിഞ്ഞ് സംസാരിക്കുന്നപ്പോ, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആശയുടെ ഉമ്മാന്റെ ഒരു സീൻ വന്ന സമയത്തും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പുള്ള വിവാദങ്ങളിലും ഈ ഗർഭത്തിന്റെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാട്സപ്പ് വഴി കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ നോർമൽ കോൾ ഒക്കെ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കുട്ടീനെ വന്ന് ഞാൻ ഇതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് സൗഹൃദം എന്ന് പറയുന്നത്? നിങ്ങൾ എന്റെ സൗഹൃദത്തെ വളയെന്നൊക്കെ സൗഹൃദ വലയത്തിലുള്ള ഒരാളല്ല. ഇവരെന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ത് ഞങ്ങൾ ഡെയിലി സംസാരിക്കുന്ന ഒരാളല്ല. എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, ഈ ചെറ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വരുന്ന സമയത്തല്ലാതെ ഞാൻ ഇതിന്റെ സുഖവിവരങ്ങൾ ഇന്നേ വരെ അന്വേഷിച്ചു പോയിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ ഈ ചേട്ടേന്റെ സുഹൃത്തും അല്ല. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്നെ ദയവ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും പറയല്ല പ്ലീസ്. എനിക്ക് അതിനേക്കാളും വലിയ നോണക്കോട് പറയില്ല. അതുകൊണ്ടാണ് ഏതാന്ന് ഇതിനൊക്കെ ഞാൻ പറയാം. ആദ്യം കേൾപ്പിക്കട്ടെ പണ്ടാരോ. ഇത് ഈ ഫോൺ മാറ്റാനുള്ള സമയമായി കേട്ടോ. ഇതില്ലേ, ഇത് ഏത് 17 മിനിറ്റ് 15 സെക്കൻഡ്. കുട്ടി പറഞ്ഞേ, കുട്ടി പറയും, എന്നിട്ട് ബാക്കി നോക്കാം നമുക്ക്. നീ ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ കേക്കട്ടെ. ഞാനൊന്ന് ഇപ്പോ 2026 ന്യൂ ഇയറിൽ ഞാൻ എടുത്ത തീരുമാനമാണ്, എന്റെ ഭാഗത്ത് നിന്ന് എന്തൊരു തെറ്റുണ്ടെങ്കിലും അത് നമ്മളങ്ങ് ക്ഷമിക്കുക. കാരണം ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം തരുന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു തീരുമാനം എടുത്ത് പോകുന്ന വ്യക്തിയില്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഞാൻ എന്റെ യൂട്യൂബ് ചാനലാണ്. എനിക്കും ആ കുട്ടി പറഞ്ഞ പോലെ ഈ പൊട്ടനെ സ്പോക്കൺ ഇംഗ്ലീഷിന് മാത്രം ചേർത്താ പോരാ. സ്പോക്കൺ മലയാളം ഞാൻ ആരെങ്കിലും ഒന്ന് കൊളാബറേറ്റ് ചെയ്യണേ. ഈ ചേട്ടൻ ആരെങ്കിലും ഒന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ മലയാളം ഒന്ന് കൊളാബറേറ്റ് ചെയ്യണേ. പൊട്ടനെ പൊട്ടിയിടാത്തത് ഞാൻ പറഞ്ഞ ആട്ടിൻ സൂപ്പ് ക്ഷമയുടെ ഫലം ചെയ്യും. അതായത് ബലം തരുന്നല്ല. ആട്ടിൻ സൂപ്പ് ക്ഷമ ചെയ്യാനുള്ള ബലം തരുന്നല്ല. ആ ക്ഷമയും അല്ല ഇത്, പേഷ്യൻസ് ആണിത്. പേഷ്യൻസ് ഉണ്ടാവില്ല നമ്മുടെ ക്ഷമ. അല്ലാണ്ട് ഞാൻ മാപ്പ് നൽകൂ അതല്ല.
ഞാൻ ഇടക്ക് ചിന്തിക്കും ഈ തീരെ ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട എന്നുള്ളത്. പക്ഷെ സംസാരിപ്പിച്ചാലേ അടങ്ങൂന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഞാന് പിന്നെ പടച്ച റബ്ബിനെ കുറിച്ചും വാക്കുകളെ കുറിച്ചും സത്യങ്ങളെ കുറിച്ചൊക്കെ വാതോരാതെ സംസാരിച്ചൊരു വ്യക്തിയാണല്ലോ ആര്, ഈ പറയുന്ന ജാസി. അപ്പൊ ജാസിയുടെ മുമ്പത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, എന്തുകൊണ്ട് ജാസി മറ്റൊരു പെൺവേഷത്തിൽ ഇരിക്കാത്ത എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും എന്ന് തോന്നുന്നു. അവിടെയാണ് ആളുകൾക്ക് സംശയങ്ങൾ വീണ്ടും ജാസിയിലേക്ക് വരുന്നത്. അത്രയും ഡ്രസ്സിംഗ് രീതിയിൽ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നു നോക്കിയിട്ടാണ്. അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ, സ്ത്രീയെ നടക്കുമ്പോൾ സ്ത്രീകളുടെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നില്ലേ. ഇതാകുമ്പോൾ നമുക്ക് ഏതൊരു പാലത്തിന് എവിടെ ഇറങ്ങി നടക്കാമല്ലോ. ഇപ്പം എന്റെ താടി ഞാൻ ഒരു കവചം പോലെ വെച്ചിരിക്കുകയാണ്. ഈ താടി എനിക്ക് പൊട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ കേൾക്കേണ്ടി വരും, നാട്ടിൽ എങ്ങനെ നടക്കാൻ പറ്റും. താടി പിന്നെ അങ്ങനെ ആരും അങ്ങനത്തെ കാറ് നിൽക്കില്ലല്ലോ. അങ്ങനെ ആരാ മീനല്ല, അല്ലെങ്കിൽ ആ കുണ്ടരക്കണക്കെ ഉണ്ടാകുമ്പോ കാർന്ന് നിന്ന ടീംസ് ആരാ അത്? മറ്റേ ഇപ്പൊ ഇതൊന്നും വേണ്ട, പിന്നെ രക്ഷാകവചം ഒന്നും വേണ്ടല്ലോ അല്ലേ, രക്ഷാകവചം ഒന്നും വേണ്ട. ഇപ്പൊ താടി കളഞ്ഞൊരു സിലിക്കോൺ വെച്ച്, മുമ്പ് താടിയായിരുന്നു രക്ഷാകവചം കുണ്ടൻ്റെത്, ഇപ്പൊ കുണ്ടന്റെ രക്ഷാകവചം സിലിക്കോൺ വെച്ച് കെട്ടിയ സിലിക്കോണാണ് ഇപ്പൊ രക്ഷാകവചം. ഓക്കെ, അയ്യോ എന്റെ പൊന്നേ. പിന്നെയുണ്ട് വലിയ കോമഡി ഉണ്ട്, വെയിറ്റ്, ഡൗൺലോഡ് ആയിട്ട് അത് കണ്ടാരോ, ഏതൊരു 17 സെക്കൻഡ് ബാക്കിയുണ്ട് പ്ലേ ആവാൻ, ഞാൻ പ്ലേ ആക്കാം. ടോപ്പാണിത്. ഉമ്മ പറഞ്ഞ എനിക്ക് 36 വയസ്സായതാണ്. എനിക്ക് 36, എനിക്ക് 31 വയസ്സാണ്. ഞാൻ 1995 ജനിച്ചതാ. എന്റെ കൂടെ പഠിച്ച കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് മനസ്സിലാവും ഞാൻ എത്ര വയസ്സിൽ ജനിച്ചാണ്. ഒരു മിനിറ്റ് ഐ ഡി കാർഡ് തന്നിട്ടുണ്ട്. ഇത് എന്റെ ലൈസൻസിന്റെ ഇതാണ് കേട്ടോ, എന്റെ ലൈസൻസ് ആണേ. ഇതിലിതാ കാണുന്നുണ്ടോ, 19/1/1993. ഇതാ ജാസിൽ PV, ഇതിന്റെ ലൈസൻസ് കാർഡാണ്. മനസ്സിലായ എന്റെ വയസ്സ് എത്രയാന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരിക്കലും എവിടെയും നുണ പറഞ്ഞില്ല. ഞാൻ നുണ പറഞ്ഞിട്ട് എവിടെയും ജയിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ എന്റെ പ്രൂഫിൽ 1993 അതെങ്ങനെയത്? എന്തൊക്കെ തരം മാജിക് അല്ലേ അടുത്തത്. വേറെ ഉണ്ട്, എല്ലാം ഞാൻ തരാം. ഇത് കുറച്ച് സാധനം പ്ലേ ആവുന്നില്ല കേട്ടാ ഈ സംഭവം. എനിക്കെതിരെ ഒരു വാസ്തവ അങ്ങനെ ഒരു ചേച്ചിയും കൂടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഇതിന്റെ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കാന്നൊക്കെ ഉണ്ട്. ഞാൻ ചെയ്തത് എന്റെ റീൽസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിൽ മറ്റുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ സോറി പറയാണ്. പക്ഷെ അത് ഒരു റീൽസ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ അതൊരു ചെറിയൊരു തമാശ രീതിയിൽ കണ്ടാൽ മതി. അതെങ്ങനെയത്? ഗർഭിണിയാവുന്നതിനെ നീ കളിയാക്കി നമ്മൾ തമാശയായിട്ട് കാണണ സൗകര്യമില്ലടാ. തമാശയായിട്ട് കാണാൻ സൗകര്യമില്ല. കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഇത് മനസ്സിലായില്ലേ? പ്രസവിച്ചവർക്കും ആ പ്രസവ വേദന അനുഭവിച്ചവർക്കും സ്ത്രീയായിട്ട് ജീവിക്കുന്നവർക്കും അറിയാതെ അതിന്റെ ഇത്. ഇവനുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നേരത്തെ പ്ലേ ആവാത്ത 17 സെക്കൻഡ്, ഇവന് ആ വീഡിയോന്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇതല്ല നേരത്തെ പ്ലേ ആവാത്തൊരു 17 സെക്കൻഡ് ഉണ്ടല്ലോ, ഏതോ ഒന്നും പ്ലേ ആയിട്ടില്ല. ഇവന്റെ യൂട്യൂബ് ചാനലിലിട്ട വീഡിയോന്റെ അകത്ത് ഇവൻ പറയുന്നുണ്ട്, പിന്നെ ഇവന് സർജറി ചെയ്ത വേദനയൊന്നും മാറിയിട്ടില്ല, ഈ കൈ ഇതിന്റെ അപ്പുറം അങ്ങോട്ട് പൊങ്ങുന്നില്ല എന്നുള്ളതേ. ഇന്നട്ടൻ ഇട്ട വീഡിയോ ആണ് ഏത് യൂട്യൂബില്. ഇനിയിപ്പം ഈ കള്ളച്ചെറ്റ വന്നിരുന്ന് പറയും ഞാനത് 10 ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ്, ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതാണെന്നൊക്കെ വന്നിരുന്ന് പറയും. ഓൺലൈൻ മീഡിയാസിലും കൂടെ കിടക്കുന്നുണ്ട് സെയിം ഡ്രസ് ഇട്ട വീഡിയോ. ഇപ്പൊ ഡ്രസ്സ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിന്റെ അപ്പുറത്ത് പൊന്താത്ത അണ്ടിത്താത്തന്റെ ഡാൻസ് നമുക്ക് എന്തായാലും ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് കാണാം. ഓക്കെ, ഡാൻസ് അടിപൊളിയാണ്, വേറെ കാണാം. ഇപ്പൊ എങ്ങനെ പൊങ്ങിയേ? ഇപ്പൊ കൈ എങ്ങനെ പൊങ്ങിയപ്പോ? നിങ്ങളൊന്ന് ഏതെങ്കിലും തീരുമാനിക്കുന്നു. നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയാസിന് ഇത് കൊടുക്കുന്നതിനൊന്നും പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒന്നെങ്കിലും ഉള്ള കാര്യം പറയും നിങ്ങൾ. ഞാൻ പിന്നൊന്ന് ഇവരെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോയിൽ പറഞ്ഞ വേറൊരു കാര്യമാണ്,
എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ കുട്ടീന്റെ കയ്യിൽ ഞാൻ ആ പൈതല് പിന്നെ വീഡിയോ റെക്കോർഡ് ഉണ്ട്. ഞാൻ വീഡിയോ റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല, അത്രക്ക് ചെറ്റയൊന്നും അല്ല. ഞാൻ ഓഡിയോ ആണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഉറപ്പായിരുന്നു അത് 6th സെൻസ് ആണ് അല്ലെങ്കിൽ മറ്റേതാണ് മനസ്സിലാണോ എന്ന് പറഞ്ഞോണ്ട് വരണ്ട. അല്ല, എനിക്കപ്പോൾ വെറുതെ തോന്നിയതാണോ റെക്കോർഡ് ചെയ്തിടാം എന്നുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം, വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്യാൻ എനിക്കും അറിയില്ല. എനിക്ക് ഒരു ആൻഡ്രോയിഡും ഒരു അല്ലാത്ത ഫോണും ഉള്ളത്, വീഡിയോ എടുക്കുന്ന ഒരു ഫോൺ ഉള്ളത് കൊണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു എന്നേ. വീഡിയോ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഇനി അതൊന്നും ആരും അങ്ങനെ ചിന്തിക്കും വേണ്ട, അത്രയ്ക്ക് ചെറ്റയല്ല ഞാൻ. ഓക്കെ, അതൊക്കെ എൻ്റെ കയ്യിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അങ്ങനെയൊന്നും ദയവ് ചെയ്ത് പറഞ്ഞു നടക്കരുത്. നിങ്ങൾ ഓൺലൈൻ മീഡിയാസിൽ പോയി കുരയ്ക്കുന്നത് എൻ്റെ വിഷയമല്ല. ദയവ് ചെയ്തിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രം പറയാം. ഓക്കെ, വീണ്ടും ഞാൻ പറയുന്നു, ഇവർ ഈ പറയുന്ന നിങ്ങൾ നെറ്റ് ഇട്ടിട്ട് 2 ബട്ടൺ തുറന്ന് കാണിച്ചതാണെങ്കിലും ഇനി ഊരി കാണിച്ചതാണെന്നുണ്ടെങ്കിലും നിങ്ങളത് വലിയ മഹത്വമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ഗോൾഡ് മെഡൽ നേടിയെന്നാണോ നീ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? ജാസി കുണ്ടറിനോടാണ് ഞാൻ ആണ് പിന്നൊന്ന് ഈ തന്തയില്ലാത്ത ചെറ്റ പട്ടി നാറി ചേറ്റ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇവൻ എന്നോട് പറഞ്ഞു പോലും, പിന്നെ മോളെ ഞാൻ സർജറി കഴിഞ്ഞു, മോക്ക് ആ സർജറി കാണണം. ഞാൻ എന്നാ കാണിച്ചോന്ന് പറഞ്ഞു. ഏരപ്പേ, നിന്നോട് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? നീ എന്നോട് എപ്പോഴാണ് ചോദിച്ചത് മോക്ക് കാണണോ? അപ്പൊ ഞാൻ നിന്നോട് കാണണമെന്ന് പറഞ്ഞോ? ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് ഒറ്റ തന്തയുള്ളൂ, KR രാജേഷ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്നാ എനിക്ക് വിശ്വാസമില്ല, നിങ്ങൾ സർജറി ചെയ്തത് ഡൗൺ ആണോ പിന്നെ ബ്രസ്റ്റ് ആണോ എന്ന് എനിക്ക് സർജറി ചെയ്ത് എനിക്ക് അറിയില്ല, എനിക്കൊന്ന് കാണണം ഞാൻ പറയില്ല ഒരിക്കലും. ഈ മോതിരി തോന്നിയ എന്നെ കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഈ കാണുന്ന ഓൺലൈൻ മീഡിയാസിലുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലാത്തവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അല്ല പിന്നെ ഞാനിങ്ങനെ എൻ്റെ മോണിറ്റൈസേഷൻ കാസ് പണം ദുഡ് മണി ഞാൻ പറഞ്ഞ എന്നെ വിശ്വസിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവരെന്നോട് ഞാൻ കാണിക്കട്ടെ എന്ന് ചോദിച്ച് കാണിച്ചതൊന്നുമല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. വീഡിയോ ഓണാക്ക് മോളെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്, പിന്നെ ദാ ഇത് കാണൂ എന്നുള്ളത്. അല്ലാണ്ട് എന്നോട് ഞാൻ സർജറി കഴിഞ്ഞു മോളിതൊന്ന് അങ്ങനെയൊന്നും അല്ല സംഭവം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% ഞാൻ പറഞ്ഞു, എനിക്കത് കാണുമൊന്നും വേണ്ട, എന്നെ നിങ്ങളത് ബോധിപ്പിക്കും വേണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞേ. നിങ്ങൾ എന്നിട്ടും അവർ പറഞ്ഞു, എൻ്റെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ സുഖം ആയതിനു ശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. അങ്ങനെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർക്കുള്ള ഉത്തരം കൊടുത്താൽ മതി. എങ്ങനെ, ഞാൻ ഇന്ന സർജറിയാണ് ഇന്ന സ്ഥലത്താണ് കഴിഞ്ഞത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എത്രയോ, ചിലപ്പോൾ ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം. പിന്നെ ബ്രസ്റ്റ് സർജറിയും ഡൗൺ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം. എവിടെ നിന്നാണ് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരും മിണ്ടാണ്ടിരിക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ചേട്ടനോട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് വന്നിരുന്ന് പറയുന്നത്, ആ കുട്ടീനോട് ഞാൻ ചോദിച്ചു മോക്ക് കാണണോ, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണണം എന്ന്. എന്റെ ഭഗവാനെ, ഞാൻ പറയട്ടെ, പടച്ച റബ്ബിനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ പടച്ച റബ്ബ് ഇത് കാണുന്നുണ്ട്. ആ പടച്ച റബ്ബ് ഇത് കാണുന്നുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞു അല്ലേ കാണിച്ചു തരട്ടെ, ഞാൻ കാണിച്ചു. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വേറൊരു പിന്നെ മണി ടീമിന് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ, അല്ലാതെ വേറെ വീഡിയോ വരും. മനസ്സിലായില്ലേ? എനിക്ക് ആ മണിയോടാണ് ഞാൻ പറയുന്നത്, ഈ കുണ്ടന് ഞാൻ ഉപയോഗിച്ചതിന്റെ അങ്ങേ അറ്റം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായില്ലേ? ഓൺലൈൻ മീഡിയാസിലൊക്കെ വന്നിരുന്ന് പറയുമ്പം കുറച്ചൊക്കെ ആലോചിക്കണം നിങ്ങൾ. അല്ല, അതൊക്കെ നമുക്ക് അതിൽ പറയാം, ഇതിൽ വേണ്ട. കാസ് പണം ദുഡ് മണി മുഖ്യം. മണി മാത്രമല്ല എനിക്ക് മുഖ്യം. ഈ പറയുന്നത് പോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന പിന്നെ 100ൽ 2 ആളെങ്കിലും ഇനി ഞാൻ പിന്നെ പാട്ട ചേച്ചി ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടാവോ, കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ടാണോ കാണിച്ചെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഞാൻ മനസ്സിൽ കൈവച്ചിട്ടാണ് പറയുന്നത്. എന്നോട് 1% പോലും ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ അതുകൊണ്ട് അമ്മാതിരി പിന്നെ തന്തയില്ലാത്തരം. പിന്നെ എങ്ങനെ നിങ്ങളെ തന്തയോ ഞാൻ വിളിക്കാണ്ടിരിക്കും? വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് വേറെ ഒന്നും വരുന്നുമില്ല. പിന്നെ കുറെ ആൾക്കാർ പിന്നെ ഈ പറയുന്ന പോലെ ഈ തെണ്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാരും നോട്ട് ചെയ്ത് വെച്ചോ, എല്ലാ പ്രൊഫൈലും നോട്ട് ചെയ്ത് വെച്ചോ. കല്യാണാലോചനയോ വല്ല പിന്നെ പ്രേമാഭ്യർത്ഥന വരികയെന്നുണ്ടെങ്കിൽ കുണ്ടർ അല്ലെങ്കിൽ ഇതേ സ്വഭാവമുള്ള ആളാണ്. ദയവ് ചെയ്ത് പോയി പെടരുത്. ഇതിനെയൊക്കെ കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണ് പെട്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്.
ഇങ്ങനെയുള്ള ടീംസിനെ സപ്പോർട്ട് ചെയ്യൂ, അല്ലാത്ത ഒരാളും സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഇവൻ എവിടെയോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടേയില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടേയില്ല. അപ്പൊ ഇതിന്റെ എല്ലാം ആ നാട്ടിലൊന്നും ആരും ഇല്ലേ ഇതിന്റെ കണ്ണടിച്ച് പൊളിക്കാൻ വേണ്ടി കണ്ണടിച്ചിട്ട് വായി തുറന്ന കളത്തരലാണ് പറയൂല്ല. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നൊന്നല്ല, തെളിവ് സഹിതം തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എൻറ്റയർ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തെളിവ് സഹിതം തന്നെയാണ് പറയുന്നത്. എന്തൊരു ഇതിനെ മനുഷ്യജന്മം എന്ന് ഞാൻ അങ്ങനെ വിളിക്കും. അതാ ഞാൻ ആലോചിക്കുന്നത്, മനുഷ്യജന്മം എന്ന് ഞാൻ അങ്ങനെ വിളിക്കും. ഈ വീട് നിർത്തുമ്പോൾ ഞാൻ പറയുന്നു, ആ ചെറ്റ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ഇനിയും നിങ്ങൾ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ മുന്നേ പറഞ്ഞതും ഇപ്പൊ പറയുന്നതും ഒക്കെ വെച്ചിട്ട് തന്നെ ഞാൻ ഉത്തരം തരും. മനസ്സിലായില്ലേ? 2026 നീ നന്നായി എന്നുള്ളതാണ്, ഞാൻ നന്നായിട്ടൊന്നുമില്ല. ഞാൻ ആ പഴയ ഞാൻ തന്നെയാണ്, നാളെയും ഈ ഞാൻ തന്നെ ആയിരിക്കും. പിന്നെ കുറച്ച് ചെറ്റകൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പബ്ലിക്കിൽ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, പബ്ലിക്കിൽ വന്നിട്ട് എന്തിനാണ് അങ്ങനെ കമന്റ് ഇടുന്നത്. പബ്ലിക്കിലായിട്ട് വന്നിട്ടുള്ള വീഡിയോയുടെ താഴത്ത് പബ്ലിക്കിലായിട്ട് തന്നെ ഞാൻ കമന്റ് ഇടും. പബ്ലിക്കായിട്ട് ഈ ചെറ്റ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം പബ്ലിക്കായിട്ട് തന്നെ കൊടുക്കും. ഞാനല്ല ആദ്യമായിട്ട് വന്നിരുന്ന് പറഞ്ഞത്. കാണിച്ച കഥയും കാണിച്ചു കൊടുത്ത കഥയും പിന്നെ ഊരിയ കഥയൊന്നും ഞാനല്ല പറഞ്ഞത്. ആ പറഞ്ഞതിന് എന്നെ സ്നേഹിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെയാണ് പബ്ലിക്കിൽ വന്നിരുന്ന് പറയുന്നത്. നാളെയും ഇങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് അതെനി പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, അതെനി ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഞാൻ ഇനിയും ചീത്ത വിളിക്കേണ്ട സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വിളിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ ആർക്ക് കൊടുക്കാം? ടിൻ 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 ടിൻ.